I am always a true congressman. അത് മാത്രമേ എനിക്ക് പറയാൻ. ഹാപ്പിയാണോ ഇപ്പൊ നിലവിലെ ചർച്ചകളിൽ? നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ട ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റ് കൂടെ അംഗീകരിക്കണം, നല്ല പറ്റും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാൽ കൂടിക്കാഴ്ച. ഇപ്പോൾ അത് രമേശ് ചെന്നിത്തലയുടെ വീടിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വെച്ച് രാവിലെ മുതൽ മാറി മാറി നേതാക്കൾ വരുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്, അനുനയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി. എന്തായാലും സ്ഥാനാർത്ഥി, അതായത് മന്ത്രി പട്ടിക, അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ വേഗത്തിൽ തന്നെ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സന്തോഷവാനാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒന്നും മിണ്ടാതെ മടങ്ങുകയുണ്ടായി. എന്തായാലും താനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ താൻ എടുക്കുകയുള്ളൂ എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മറിച്ചൊരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് താൻ പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുനയത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഒരു സൂചന നൽകിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും. ഇപ്പോൾ ഷിബു ബേബി ജോൺ അടക്കമുള്ള നേതാക്കൾ അകത്തേക്ക് ചെന്നിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്താൻ ചെന്നിരിക്കുകയാണ്. നേതാക്കൾ ഒഴുകിയെത്തുകയാണ് വഴുതക്കാട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ വീട്ടിലേക്ക്. രാവിലെ മുതൽ നേതാക്കളുടെ കുത്തൊഴുക്കായിരുന്നു. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി ഒരിക്കൽ സന്ദർശിച്ചു, ഇന്ന് വീണ്ടും രണ്ടാമതും സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർത്തും ഈ ഒരു സന്ദർശനം അല്ലെങ്കിൽ എന്താണ് അവർ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും നടപടികൾ വേഗത്തിലാക്കാൻ, അതായത് ഇനി മന്ത്രിസഭ വേഗത്തിൽ തന്നെ അധികാരമേൽക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഏറ്റവും വേഗത്തിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തടസ്സം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന ഒരു സൂചനകൾ കൂടി നമുക്ക് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ ഇന്ന് തന്നെ ഇപ്പോ അൻവർ സാദത്ത് MLA, അതുപോലെ തന്നെ അബിൻ വർക്കി അടക്കമുള്ളവരൊക്കെ ഇന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് ഈ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയത്. ഏറ്റവും ഉന്നതനായിട്ടുള്ള കോൺഗ്രസ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്ന പങ്കുവച്ചാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയമുണ്ട്. അതിനകത്തൊരു സംശയമുണ്ട്. ഞങ്ങളെല്ലാം മനുഷ്യരുടെ മുന്നോട്ട് പോകും. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ട് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനമെടുക്കും. ലോക്സഭയിലേക്ക് കോൺഗ്രസിന്റെ ലിസ്റ്റ് പോകുമ്പോൾ അതിന്റെ രാഷ്ട്രീയം ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ട ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റ് കൂടെ അംഗീകരിക്കണം, നല്ല പറ്റും. മുന്നോട്ട് വെക്കുന്ന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. I am always a true congressman. അത് മാത്രമേ എനിക്ക് പറയാൻ. ഹാപ്പിയാണോ ഇപ്പൊ നിലവിലെ ചർച്ചകളിൽ? തീർച്ചയായിട്ടും സീനിയർ നേതാവിന് നടക്കിയ മന്ത്രിസഭയിൽ ആവശ്യമാണ്. കേരളത്തിന്റെ ഗൗരവവും മനസ്സിലാക്കുന്ന ധീരനായ നേതാവാണ്. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി തീരുമാനമെടുത്താൽ അല്ല, അതറിയില്ല.
തീർച്ചയായും ഏതായാലും ചർച്ചകളെല്ലാം പോസിറ്റീവായി തന്നെയാണോ പോസിറ്റീവ്, ഇതുവരെ പോസിറ്റീവായിട്ടാണ് ഇനി ചർച്ചകളുണ്ടോ അറിയില്ല. ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനാണ് അജന അജന ഒന്നും പറയല്ല, അത് നേതാക്കന്മാർ പറയും. അപ്പൊ എന്തായാലും ഇനി ഏറ്റവും ആകാംക്ഷ നിൽക്കുന്നത് ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളിൽ മന്ത്രിയായി എത്തും എന്നൊരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനായിരിക്കുന്നു. ഇനി മറ്റ് വകുപ്പുകൾക്ക് വേണ്ടി ഒരു ചർച്ചകൾ നീണ്ടു പോകുമോ എന്നൊരു ആശങ്ക, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നീണ്ടപ്പോൾ 10 ദിവസത്തോളം നീണ്ടു. 11ാം ദിവസമാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു വിമർശനങ്ങൾ ഉയർന്നതാണ് അടുത്ത വകുപ്പ് തല ചർച്ചകൾ അല്ലെങ്കിൽ മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനും മറ്റൊരു തർക്കം ഉണ്ടാകും അല്ലെങ്കിൽ അത് നീണ്ടുപോകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അത്തരത്തിലേക്ക് നീളുകയാണോ എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച അതിനു മുമ്പേ എല്ലാ വ്യക്തികൾക്കും വകുപ്പുകൾ തിരിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാർക്ക് വകുപ്പുകൾ തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് വേഗത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ് KC വേണുഗോപാലും വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പോരടിക്കുന്ന കാഴ്ചകൾ. അതിനൊരു അയവ് വന്നിരിക്കുന്നു. അയവ് വന്നതിന് പിന്നാലെ തന്നെ അതായത് KC വേണുഗോപാൽ താൻ പാർട്ടി എടുത്ത തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്ന പ്രതികരണം നടത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് അമർഷവും അദ്ദേഹം രാജിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളും വന്നിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഒരു അനുനയ നീക്കത്തിലേക്ക് പ്രവർത്തകർ അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഒഴുകിയെത്തി അദ്ദേഹവുമായി സംസാരിക്കുന്നത്, ഒരു അനുനയ നീക്കം നടക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തീരുമാനം എന്താണ്, അദ്ദേഹത്തിന് എന്ത് വകുപ്പാണ് നൽകുന്നത്, മറ്റ് വ്യക്തികൾക്കൊക്കെ വകുപ്പുകൾ ആര് ഭരിക്കും എന്ന ഒരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. നിലവിലൊരു ഭരണസ്തംഭനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അത്തരത്തിൽ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. ഭരണസ്തംഭനം എന്ന വക്കിലെത്തി നിൽക്കുകയാണ്. കൂടുതൽ രൂക്ഷമാകാതിരിക്കാനുള്ള ശ്രദ്ധ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വേഗത്തിൽ തന്നെ സർക്കാർ അധികാരത്തിലെത്തിയ ഭരണസ്തംഭനം എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്തം അവർ നിറവേറ്റുന്നതായിട്ടുണ്ട്. എന്തായാലും അത് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.